എൻ്റെ സുഹൃത്താ, ഞാൻ നിങ്ങളെ പോസ്റ്റർ വായിച്ചു. അപ്പം നിങ്ങളെ വിളിച്ച തെറികളും നിങ്ങളെ അവഹേളിച്ചതും സ്വന്തം പാർട്ടിക്കാരാണ്, ലീഗുകാരാണ്. അതായത് എഴുതാപ്പുറം വായിച്ചും കണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ആ തെറിവിളി കേൾക്കേണ്ടി വന്നത് എന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത്. സത്യത്തിൽ ഇതൊരു സംസ്കാരമാണ്, നിങ്ങളെ ലീഗിൻ്റെ ആളുകളുടെ ചില ആളുകളുടെ ഒരു സംസ്കാരമാണ്. ഇപ്പം അടുത്ത് നൂർബിന റഷീദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്നിട്ട് വിളിച്ച തെറി ഞാൻ അതിനെതിരെ പ്രതികരിച്ചിരുന്നു. എന്താ പറയുക, മൊയ്ൻ അലി തങ്ങളെ വരെ തോന്നിയാസം വിളിച്ചു. ഞാൻ ആ തോന്നിയാസം ഇവിടെ പറയണില്ല, കാരണം നിങ്ങൾ നമ്മളൊക്കെ ഇടയ്ക്ക് കാണുന്നതാണ്. കല്യാണങ്ങൾക്കും തിരൂരൊക്കെ വെച്ച് നമ്മൾ കല്യാണത്തിനൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ ഇങ്ങനെ വിളിക്കണ കേട്ടപ്പോൾ വളരെ പ്രയാസം തോന്നി. ഞാൻ വേറെ രാഷ്ട്രീയക്കാരനുമാണ്, നിങ്ങൾക്കറിയില്ല. ഞാൻ ഒന്നാം തരം സുഡാപ്പിയാണ്. അത് നമ്മൾ നിങ്ങളോട് പറയലുകൊണ്ട് ഒക്കെ നമ്മൾ സംസാരിക്കണതാണ്. ഏതായാലും ഇതൊക്കെ സ്വന്തം പാർട്ടിക്കാരെടുത്തു നിന്നാണ് വരുന്നത്. അതല്ലാതെ ഇവിടെ മാന്യമല്ലാത്ത രീതിയിൽ ഒരിക്കലും ആരോടും ഇങ്ങനെയൊന്നും പറയലില്ല. ആശയം കൊണ്ട് വിയോജിപ്പിനെ രേഖപ്പെടുത്തും, അത് കണ്ടാലും രേഖപ്പെടുത്തും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആശയപരമായി വിയോജിക്കുമെന്നല്ലാതെ ഇത്രത്തോളം തോന്നിയസം ഇപ്പടുത്ത് നൂർബിന റഷീദ്, ഇപ്പം നിങ്ങൾ വനിതാ നേതാക്കന്മാർക്കും പിന്നെ എന്താ പറയുക തങ്ങന്മാർക്കും പണ്ഡിതന്മാർക്കും ഒന്നും ഇവരുടെ അടിയിൽ യാതൊരു രക്ഷയില്ല. പിന്നെയൊക്കെ തെറി വിളിക്കണം എന്താ വെച്ചാൽ ഞാൻ വേറെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്, പ്രത്യേകിച്ച് സുഡാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നെ പച്ചത്തെറി വിളിക്കുന്നുണ്ട്. നോക്കൂ എന്തെല്ലാം സംസ്കാര ശൂന്യതയാണ് ഇവിടെ കാട്ടിയത്. ഇപ്പോൾ അടുത്ത് ആ KT ജലീൽ തോറ്റു എന്നും പറഞ്ഞിട്ട് ആടിൻ്റെ ചോര ഒലിക്കുന്ന തല കൊണ്ടുവന്നിട്ട് ആഘോഷം നടത്തി, ആഭാസം നടത്തി. അതിൻ്റെ മുമ്പ് ഒരു സ്ത്രീവേഷം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനെ ബലാത്സംഗം ചെയ്യുന്ന ആഘോഷം നമ്മൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് കണ്ടു. ആ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മയ്യത്ത് ഉണ്ടാക്കിയിട്ട് അതിനെ പിന്നെ വളരെ മോശമായി ഇതാക്കിയിട്ട് കൊണ്ടുവന്നത് കണ്ടു. ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ആഘോഷ പരിപാടി. ഇതിനൊന്നും എതിരെ കാമാന്ന് ഒരു ലീഗ് നേതാവും പറയോ? അപ്പോൾ നോക്കൂ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അബ്ബാസ് അലി തങ്ങളുടെയും ആഹ്വാനം ഉണ്ടായിട്ടാണ് ആ KT ജലീലിൻ്റെ തോറ്റു എന്നും പറഞ്ഞിട്ട് അവിടെ ആടിൻ്റെ തലയേർത്ത് ക്രൂരമായി ഒരു മനുഷ്യൻ്റെ കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള കണ്ണ് തള്ളിപ്പോകുന്ന ക്രൂരതയാണ് അവിടെ കാട്ടിയത്. അപ്പോൾ ഇവർക്കൊന്നും നേതാക്കന്മാരൊന്നും ഒരു നിലയും വിലയൊന്നുമില്ല. എന്നാലും പലരും അത്തരം പിന്നെ പാണക്കാട് തങ്ങളുടെയൊക്കെ ആഹ്വാനത്തെ നമ്മളൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മളൊക്കെ അതൊക്കെ വളരെ സൂക്ഷ്മത പാലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പം ഇന്ന് നിങ്ങൾക്കിത് സംഭവിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് പോവുക, ഓരോരുത്തരെയും നൂർബിന റഷീദിനെ പറയുമ്പോൾ സൂറാത്ത നിങ്ങളും ഉണ്ടാതിരുന്നു. അതേപോലെ തന്നെ സ്ത്രീ വേഷം ഉണ്ടാക്കിയിട്ട് അതിനെ ബലാത്സംഗം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിനെ അവഹേളിക്കുമ്പോൾ നിങ്ങൾ മൗനമായി നിന്നു. മൊയ്ൻ അലി തങ്ങളെ തോന്നിയാസം വിളിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ മൗനമായി നിന്നു. ഇന്നിപ്പോൾ സ്വന്തം കാര്യത്തിലേക്ക് കടന്നപ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ സംഗതി തിരിഞ്ഞത്, നമ്മളിലേക്കും വരികയാണ്. ഇപ്പം നിങ്ങളെ ഈ കോലം പറഞ്ഞിട്ട് ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങളെ പോസ്റ്റർ ഞാൻ വായിച്ചു, അതിലൊരുപാട് നേതാക്കന്മാരെ നിങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് സൂറാത്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ ഇത്തരം അവഹേളിക്കൽ അത് ശരിയല്ല എന്ന് പാർട്ടി പ്രവർത്തകർക്ക് താക്കീത് നൽകാൻ തയ്യാറായോ? ഇല്ലല്ലേ? അപ്പം നിങ്ങൾ ഒറ്റക്കാണ്. പിന്നെ ഞാനിതൊക്കെ പറയണത് എന്താ വെച്ചാൽ, എനിക്ക് നിങ്ങളെ പല പരിപാടികളിൽ നിന്നും കണ്ട് പരിചയമുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. നിങ്ങളെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് അറിയാം, നിങ്ങളെ കുടുംബം അറിയാം. അത് നിലനിർത്തിക്കൊണ്ട് നിങ്ങളെങ്ങനെ വിളിച്ചിനെ കേട്ടപ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയം മറന്നു കണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. വളരെ ഒരു വേദന തോന്നി. നമ്മളൊരു ഒരു ഇഷ്ടപ്പെടുന്ന അങ്ങനെ പരിചയമുള്ള ഒരാളെങ്ങനെ തെറി വിളിക്കുന്നതും മറ്റതൊക്കെ കണ്ടപ്പോൾ ഒരു ഇടങ്ങേറ് തോന്നിയതുകൊണ്ടാണ് സത്യം. എനിക്കതൊന്നും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ വെറുപ്പോ മാറി നിൽക്കലോ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നൊരു കേസല്ല. അതുകൊണ്ട് പറയാണ്, ഏതായാലും ഇതൊക്കെ ഒരു തിരിച്ചറിവാണ്. ഇനിയെങ്കിലും ഇത്തരം സംഭവ വികാസങ്ങൾ, ഇതെന്താ പ്രശ്നം എന്നറിയോ? നേതാക്കന്മാർ പ്രസംഗിച്ചല്ലേ സൂറാത്ത, ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് തിരിഞ്ഞു നടന്ന സ്വർഗത്തേക്കാന്ന. പിന്നെ ദുന്യാവിൽ എന്തും ചെയ്യാലോ, കാരണം ടിക്കറ്റ് കയ്യിലുണ്ട്. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഏത് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ, കർമ്മങ്ങളും പ്രവർത്തികളും നന്നാകണം എന്ന് പറയേണ്ടടുത്താണ് ഇങ്ങനെ പറയുന്നത്. ലീഗിന്റെ കോണിമുകൂടെ അങ്ങോട്ട് പോകാം സ്വർഗത്തേക്ക്. ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ സൂറാത്തിയും കണക്കാണ്, തങ്ങളും കണക്കാണ്, നേതൃത്വം കണക്കാണ്. പിന്നെ എന്താണ് റോട്ടിലും നാട്ടിലും കാണിക്കേണ്ടത് എന്നുള്ളതും മൃഗങ്ങൾക്കും യാതൊരുവിധ രക്ഷയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തികളായിട്ട് വരും. അപ്പോൾ അന്നൊക്കെ എല്ലാവരും മൗനമാണ്.
ഇന്നിപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്. നാളെ ഇനി വേറെ ആൾക്കാരെടുത്ത് നൂർബിൻ റഷീദ് ഒറ്റക്കായിരുന്നു, അതിൻ്റെ മുമ്പ് മൊയ്ൻ അലി തങ്ങൾ ഒറ്റക്കായിരുന്നു. ഇങ്ങനെ തുടങ്ങി പിന്നെ എന്തെങ്കിലും വിഷയത്തിൽ പിന്നെ ഒരു പ്രതികരണമോ എന്തെങ്കിലും ഒരു സംഗതികൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. സത്യത്തിൽ ഇതൊക്കെ നടപടി സ്വീകരിക്കേണ്ടതും കടിഞ്ഞാണിടേണ്ടതൊക്കെ ആരാ? ലീഗ് ഒറ്റക്കെട്ടായി ലീഗിന്റെ നേതൃത്വം എടുക്കേണ്ടതാണ്. എന്താ ഇവരൊക്കെ മൗനമായി നിൽക്കുന്നത്? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതൊക്കെ ഒരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഇവർ ഉണ്ടാക്കി നീട്ടി അസഭ്യം പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ നിങ്ങളൊക്കെ ലീഗിന്റെ നേതാക്കന്മാരാണ്. നിങ്ങളതിൽ പറഞ്ഞല്ലോ, കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയത് തന്നെയാണ്. കുറേ മണ്ഡലങ്ങളുടെയും പിന്നെ കമ്മിറ്റികളുടെയൊക്കെ കാര്യം പറയുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ അവഹേളിക്കുമ്പോൾ, അത് ആരെയാണെങ്കിലും അവഹേളിക്കുമ്പോൾ അതൊന്ന് ഇടപെട്ട് പറയാനുള്ള ഒരു മര്യാദ കാണിച്ചാൽ നാളെ നിങ്ങളിലേക്ക് വരാൻ കുറച്ച് ഒരു 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 ചെറിയൊരു വൈമനസ്യം ഉണ്ടാവും. കാരണം തിരിച്ച് പറയും. നിങ്ങളെ എഴുത്തു സൂപ്പറായി, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ നിങ്ങൾ ഒറ്റക്കാണ്. ആ ഒറ്റപ്പെടാനുള്ള കാരണം അത് മറ്റവർക്കല്ലേ എനിക്കല്ലല്ലോ എന്നുള്ള നിലക്ക് നമ്മൾ ഇത്രയും കാലം പോകുന്നു. ഇന്നിപ്പോൾ നിങ്ങളൊറ്റക്കായി, മറ്റോരും മുണ്ടണില്ല. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. പുറത്തു നിന്നുള്ള ആൾക്കാരല്ല നിങ്ങളെ ലീഗിൻ്റെ ആൾക്കാരാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തി നിങ്ങളെ മറുപടിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഏതായാലും ഇനി നേരിട്ട് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.